നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരാളെ സർജറി ചെയ്യുന്നു, കുറെ പേര് ചുറ്റിനും നിൽക്കുന്നു, ഒരു ഡോക്ടർ കാണും, അതേപോലെ തന്നെ ചുറ്റിനും കുറെ ആൾക്കാർ കാണും. അപ്പൊ കൊച്ചുനാളിലൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ കൂടെ കുറെ നേഴ്സുമാര് അങ്ങനെയാണ്. പിന്നീട് വളർന്നു വന്നപ്പോ എനിക്ക് മനസ്സിലായി അത് നേഴ്സുമാരല്ല, അവര് പ്രത്യേകതരമായിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്. അതെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു അലൈഡ് കോഴ്സിനെ പറ്റിയിട്ടാണ്. അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജി അങ്ങനെ പറയും. ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോ, നമ്മുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ മെഡിക്കലിനെ പറ്റിയിട്ടായിരുന്നു. മെഡിക്കലിൽ ഏതൊക്കെ എടുക്കാം, അങ്ങനെ കുറെ കോഴ്സിനെ പറ്റി, അതിനകത്ത് അലൈഡ് കോഴ്സ്, BPT, നേഴ്സിങ്, MBBS എല്ലാം ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് റിപ്ലൈകളും കാര്യങ്ങളും ഒക്കെ വന്നു. അതിനകത്തിന് മെയിനായിട്ട് അലൈഡ് കോഴ്സിനകത്ത് മെയിനായിട്ട് കുട്ടികൾ ചോദിച്ചൊരു കോഴ്സാണ് അനസ്തേഷ്യ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ആദ്യം അതിനെപ്പറ്റി തന്നെ പറയാമെന്ന് കരുതി. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തത്. സോ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഈ കോഴ്സ് നമുക്ക് BSc ആയിട്ട് പഠിക്കാം, അതേപോലെ തന്നെ ഡിപ്ലോമ ആയിട്ടും പഠിക്കാം. BSc എന്ന് പറയുമ്പോൾ ഡിഗ്രി കോഴ്സാണ്. +2 പാസ്സായിട്ട് +2-ന് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി PCB എന്ന് പറയും. എല്ലാ അലൈഡിനും നേഴ്സിങ്ങിനും എല്ലാം വേണ്ട മെയിൻ ക്വാളിഫിക്കേഷൻ ആണ് PCB. ആ സബ്ജക്ട് നമ്മൾ +2-ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് 10th കഴിഞ്ഞിട്ട് +2 പാസ്സായവരെയോ അല്ലെങ്കിൽ 10th ഡിസ്കണ്ടിന്യൂ ആയവരെ ഡിപ്ലോമ ആയിട്ട് മീൻസ് പഠിക്കാൻ പറ്റും. ചിലര് ഡിപ്ലോമ ആണെങ്കിൽ കൂടി +2 പാസ്സാവണം എന്നൊരു മാനദണ്ഡം വെക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബേസിക്സ് ബയോളജി, അതല്ലെന്നുണ്ടെങ്കിൽ അനാട്ടമി, അങ്ങനെ കുറെ സബ്ജക്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ബേസ് അറിഞ്ഞിട്ട്, ഇപ്പൊ ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ബേസ് അറിഞ്ഞിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് +2 ജസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഈ കോഴ്സ് എന്താണ്, ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു ഡോക്ടർ ലെവൽ ഡിഗ്നിറ്റി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണിത്. പണ്ടുള്ള ഒരു മയക്ക് ഡോക്ടർ എന്നൊക്കെ പറയും, എന്നാൽ ഡോക്ടർ അല്ല. കാര്യം ഇതിനൊരു മെയിൻ ഒരു ഡോക്ടർ ഉണ്ട്, അതിന് MBBS പഠിച്ചിട്ട് ആ രീതിയിൽ തന്നെ പോകണം. പക്ഷെ അവരെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നൊക്കെ പറയും. പല പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. മെഡിക്കൽ ടെക്നീഷ്യൻ, സർജറി ടെക്നീഷ്യൻ, അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, അങ്ങനെ പല പേരിലും പറയുന്നുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുക, അതായത് ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ ഇപ്പം ഇത് നടക്കുന്നു, ഓപ്പറേഷൻ നടക്കുന്ന ടൈമിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മീൻസ് അതിന്റെ ഗ്രാഫ് കാര്യങ്ങള്, അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇഞ്ചക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂം കാര്യങ്ങൾ, ഇത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. അതേപോലെ അനസ്തേഷ്യയുടെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. അതിപ്പം സിസേറിയന്റെ ഒക്കെ ടൈം ആണെന്നുണ്ടെങ്കിൽ നട്ടലിലൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കൊടുക്കുമ്പോ ആണ് മയക്കം വരുന്നത്. ചില മൈനർ ഓപ്പറേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ, പാർഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മേജർ ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി. ഇപ്പൊ പാർഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബോധം ഉണ്ടാവും, അത് അനുഭവിച്ചവർക്ക് അറിയാം, ചെറിയൊരു ബോധം ഉണ്ടാവും, എന്നാലും അത് മരവിച്ച് തന്നെ ഇരിക്കും, വേദന അറിയത്തില്ല. ഫുള്ളി ആണെന്നുണ്ടെങ്കിൽ പിന്നെ റിക്കവർ ആവുന്നതിനും വരെ അതിന് പ്രത്യേകമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഫുള്ളി അത് ഓപ്പറേഷൻ തുടങ്ങി അനസ്തേഷ്യ കൊടുത്ത് അത് തീർന്ന് രോഗി റിക്കവറായി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറുന്നിടം വരെ, ആ ഒരു അനസ്തേഷ്യയുടെ സെഡേഷൻ കഴിഞ്ഞിട്ട് മാറുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അനസ്തേഷ്യൻ ടെക്നീഷ്യൻ പാർട്ടാവുന്നുണ്ട്. സോ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതും അതേപോലെ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യം പറയുകയാണെന്നെങ്കിൽ പഠിക്കാൻ ഒരുപാടുണ്ട്.
നല്ല ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു അലൈഡ് കോഴ്സാണ്. പൊതുവേ മെഡിക്കൽ കോഴ്സ് എല്ലാം പഠിക്കാൻ ഒരുപാടുണ്ട്. എന്നാലും ഈ അനസ്തേഷ്യ പഠിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ജോലി ചെയ്യുന്നവരും പറഞ്ഞിട്ടുണ്ട് കുറെ ഡീപ്പായിട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഈ നേഴ്സുമാരൊക്കെ അത്രേ കണ്ടങ്ങ് വലിയ ജോലിഭാരോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജോലിഭാരം കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷെ അത് ചെയ്യുന്ന ജോലി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം നമ്മുടെ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ഒരു ടെക്നീഷ്യന്റെ സഹായം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ ഈ ജോലി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ക്ഷമയും ശ്രദ്ധയും ഒക്കെ ഉള്ളവരെ ഈ ജോലിക്ക് പോകാൻ നിൽക്കാവും. പിന്നീട് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 3-4 വർഷം മുമ്പൊക്കെ കുട്ടികൾ സംസാരിക്കുമ്പം ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. അനസ്തേഷ്യയുടെ കാര്യം, അനസ്തേഷ്യ വേണം അല്ലെന്നെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ആ ടൈമിൽ അനസ്തേഷ്യൻ ടെക്നീഷ്യന് അതിന് കുറെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരുപാട് ആൾക്കാർ പോയി, ഒരുപാട് ആൾക്കാർ സക്സസ് ആയി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ ഒരുപാട് പേര് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അതിന്റെ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡിപ്ലോമ പഠിച്ചാൽ മതിയോ, ഡിഗ്രി പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ, വെറുതെ അത്രയും പൈസ മുടക്കണ്ടായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ജോലി കിട്ടും. പക്ഷെ ജോലി ഒരു ഉയർച്ച ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ പോയാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അങ്ങനെ തന്നെ പോവാം. അതല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകണം, നമുക്ക് അതിൽ നിന്ന് ഉയർച്ച വേണം, നമുക്ക് ഔട്ട്സൈഡിലോട്ടൊക്കെ പോകണം, അതേപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻസ്, സാലറി കൂടുതൽ കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിഗ്രി ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഈ കോഴ്സ് പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ചില യൂണിവേഴ്സിറ്റീസ് ഇതിന് 3 വർഷത്തെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്താൽ മതി എന്ന ഓപ്ഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്ക് ഇന്റേൺഷിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒന്ന് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നീട് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം നാട്ടിൽ കേരളത്തിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സീറ്റുകൾ ഇല്ല ഈ കോഴ്സിന്. ഇപ്പൊ ആണ് പിന്നെയും കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ നാട്ടിലെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LBS ത്രൂ ആണ് അഡ്മിഷന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഔട്ട്സൈഡ് അതിൻ്റെതായിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റീസിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. പിന്നെ പലരും ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്, നീറ്റിന് എത്ര സ്കോർ വേണം, നീറ്റിന് എത്ര സ്കോർ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീറ്റ് ഇതുവരെ ഇതുവരെ ഇത് കൺസിഡർഡ് അല്ല. ഇനി നാളെ വരുമോന്ന് എനിക്കറിയില്ല. നീറ്റിന്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും കൺസിഡേർഡ് അല്ല. നമ്മൾ ഈ തരത്തിലുള്ള അലൈഡ് കോഴ്സുകൾ, പ്രത്യേകിച്ച് അനസ്തേഷ്യയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നീറ്റ് അല്ല നോക്കേണ്ടത്. ഇപ്പൊ നാട്ടിലെ ഒരു പ്രൊസീജിയർ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കിനനുസരിച്ച് LBS അപ്ലൈ ചെയ്യാം, അതിൽ കിട്ടും. പിന്നെ ഇപ്പൊ തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള ഔട്ട്സൈഡ് സ്റ്റേറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള, ഇപ്പൊ MGR ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പോകുന്നത്. പക്ഷെ എവിടെ പോയാലും നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അതേപോലെ തന്നെ നാട്ടിലെ രജിസ്ട്രേഷൻ എന്ന രീതി മാത്രം നമ്മൾ നോക്കരുത്. നമ്മൾ ഔട്ട്സൈഡിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ അത് നോക്കണം. കാര്യം ജോലി സാധ്യത നോക്കുമ്പോൾ നമുക്കിപ്പോ സാലറി ബേസ് ചെയ്ത് നോക്കിയാലും ഒരു ഹോസ്പിറ്റൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ, ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നേഴ്സുമാരാണ്. അതുകൊണ്ട് തന്നെയാണ് നേഴ്സിങ്ങിന് അത്രയും ഡിമാൻഡും കാര്യങ്ങളും വരുന്നത്. അനസ്തേഷ്യ ടെക്നീഷ്യൻ ഒന്നും അത്ര ആവശ്യമില്ല, എന്നാലും കുറച്ച് വേണം. ഈ ഹോസ്പിറ്റലിന്റെ എണ്ണം ദിനം പ്രതി കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് ജോബിലോട്ട് തന്നെ പോകേണ്ടി വരും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഔട്ട്സൈഡ് ജോബോ അല്ലെങ്കിൽ വെളിയിലോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, പഠിച്ചത് കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് കാര്യമില്ല. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങൾ, ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ മെഡിക്കൽ മേഖലയിൽ ഇപ്പൊ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഉള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണം, എങ്കിലേ ജോലി സാധ്യത ഉണ്ടാവുള്ളൂ. ഇപ്പം പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റീസിലെ ഇപ്പം ഒരു കോളേജില് 20 കുട്ടികൾ പഠിച്ചിറങ്ങുന്നു എന്നിരിക്കട്ടെ.
ഈ 20 കുട്ടികൾക്ക് കൂടെ പെട്ടെന്ന് ജോലി കൊടുക്കാനുള്ള ഒരു സാധ്യതയോ കാര്യങ്ങളോ നാട്ടിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല രോഗികളുമായിട്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ പഠിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങി, പ്രാക്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം എന്ന് കരുതിയിട്ടിരിക്കരുത്. എന്ന് കരുതിയോണ്ട് മാത്രം ജോലി കിട്ടത്തില്ല. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷന്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള രീതിയിൽ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട്, ഫുള്ളി പാക്കേജ്ഡ് ആയിട്ടൊരു നമ്മൾ തന്നെ ആ രീതിയിലൊരു ആളായിട്ട് മാറുക എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി സാധ്യത ഉണ്ടാവും. പിന്നെ ഇന്ത്യക്കകത്ത് ഇതിനുള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇന്ത്യക്കകത്ത് മെഡിക്കൽ മേഖലയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നോർമൽ സാലറി പോലെ ഉള്ളൂ. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ നല്ല സാലറിയും കാര്യങ്ങളും കിട്ടുള്ളൂ. പിന്നെ ഗവൺമെന്റ് മേഖലയിൽ ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് മേഖലയിൽ വരുന്ന ജോലി സാധ്യത എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്, വളരെ 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 കുറവാണ്. അധികം പൊസിഷനോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതില് ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മൂവ് ഓൺ ആവുക, ഔട്ട് സൈഡ് ഫോക്കസ് ചെയ്യുക, അവിടുത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക, എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും. സോ ഇനിയിപ്പോ എത്ര പേര് പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞാലും മെഡിക്കൽ മേഖലയിൽ ഒരു കോഴ്സിനും ജോലി സാധ്യത മാറുന്നില്ല. അതേപോലെ തന്നെ അനസ്തേഷ്യയുടെ കേസാണെങ്കിലും ജോലി സാധ്യത ഒരു കാരണവശാലും കുറയില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ജോലിയോ അല്ലെങ്കിൽ അലേഡി വരുന്ന ബാക്കിയുള്ള സെക്ഷന്റെ കൂട്ട് ഓക്കെ എന്നൊരു ഇതല്ല. കുറച്ചുകൂടെ ഡിഗ്നിറ്റി ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടെ മീൻസ് വിലയും കാര്യങ്ങളും ഒക്കെ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഡോക്ടർ ലെവൽ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാം. പിന്നെ ജോലി സാധ്യതയ്ക്ക് നമ്മൾ നമ്മുടെ രീതിയിൽ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ തന്നെ, നമ്മുടെ രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവുക. എന്നിട്ട് എല്ലാ രീതിയിലുള്ള ചാൻസും, ഔട്ട് സൈഡും ഇൻസൈഡും എല്ലാ ചാൻസുകളും, ഗവൺമെന്റ് എക്സാംസും കാര്യങ്ങളും എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി സാധ്യത ഉണ്ടാവും. അതേപോലെ തന്നെ ഡിഗ്രിയോ ഡിപ്ലോമ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇത് വെച്ചിട്ട് തന്നെ തിരഞ്ഞെടുക്കുക. നമുക്കുള്ള യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ എടുക്കുക. പക്ഷെ എവിടെ പോയി പഠിച്ചാലും ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യത്തക്കോണം, നമ്മുടെ സ്വഭാവം കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യത്തക്കോണം മാറാൻ നോക്കുക. അതുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്നത് ഒരു കാരണവശാലും തെറ്റല്ല. പിന്നീട് എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് ഞാനിപ്പോ ഈ സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡീപ്പായിട്ട് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിലോ ഒക്കെ കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ എവിടെ പോയി പഠിച്ചാലും ഇതിന്റെ സിലബസ് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാലും സമയം കണ്ടിട്ട് റിപ്ലൈകളും കാര്യങ്ങളും തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ടുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, അതിനെപ്പറ്റി സംസാരിക്കാം. സോ ഇനിയും കാണുന്ന വരേക്കും നന്ദി, നമസ്കാരം.